ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്നെ സംബന്ധിച്ച് ഏത് രാത്രിയിലും അല്ലെങ്കിൽ ഏത് സമയത്ത് ചോദിച്ചാലും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും ഞാൻ പറയും കപ്പ കഴിക്കാം. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കപ്പ. ഇത് തേങ്ങ അരച്ച് വെക്കുന്നൊരു രീതിയിലാണ് ഇന്നും കപ്പ ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രോസൺ കപ്പയാണ്, ഫ്രഷ് അല്ല. അപ്പോൾ അതാദ്യം മുളകൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ച് കപ്പ മാത്രമായിട്ട് സെപ്പറേറ്റ് ഒന്ന് വേവിക്കും, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട്. പിന്നെ നമുക്ക് അരയ്ക്കാനുള്ള അരപ്പിനുള്ള സാധനങ്ങൾ, അപ്പോൾ അതിനകത്ത് തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ഇടും. കുരുമുളക് ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ കുരുമുളകും ഒക്കെ ഇട്ട് ഫുൾ കുരുമുളക് പൊടിയല്ല, ഫുള്ളായിട്ടുള്ള കുരുമുളക്. അപ്പോൾ അതും ഇട്ടിട്ട് നമ്മളിതിനൊന്ന് അരയ്ക്കാൻ മീൻസ് ജസ്റ്റ് ക്രഷ് ചെയ്യും. ഫുള്ളായിട്ട് അരപ്പ് പോലെ ആക്കത്തില്ല, ഒന്ന് ഒതുക്കിയെടുക്കുക എന്നൊക്കെ പറയും. നാട്ടിലൊക്കെ അങ്ങനെ പറയുന്നേക്കാം, അമ്മയൊക്കെ പറയുന്നേക്കാം, അരപ്പൊന്ന് ഒതുക്കാൻ. അപ്പോൾ അങ്ങനെ പണ്ട് കല്ലേ വെച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ച പോലെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ കപ്പയെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് പൊടിച്ച പോലെ ആക്കും. പൊടിയാക്കില്ല, ഒന്ന് ക്രഷ് ചെയ്യും. അപ്പോൾ എന്നിട്ട് നമ്മുടെ പാനിൽ ഇതുപോലെ എണ്ണയൊക്കെ ഇച്ചിരി കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ അതുപോലെ ഇട്ടിട്ട് ഈ അരപ്പിനെ ഇട്ടിട്ട് അതിനൊരു പച്ചമണം മാറുന്നവരെ, ഈ അരപ്പിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ, അത് മാറുന്നവരെ ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച കപ്പ അതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. നന്നായി അരപ്പൊക്കെ ആയിട്ട് നല്ലോണം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ കപ്പ വെച്ച് റെഡിയാവും. അപ്പോൾ ഇതിന് മീൻചാറ് ഉപയോഗിക്കാം. ഇതിപ്പോൾ കറികളൊന്നും ഇല്ലാണ്ട് വെറുതെ കഴിക്കാം. അതല്ലെങ്കിൽ മീൻകറി ഉണ്ടെങ്കിൽ മീൻ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അച്ചാർ കൂട്ടി കഴിക്കാം. അപ്പം ഇത് ചമ്മന്തി അരച്ചായിരുന്നു, ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചമ്മന്തി കുറച്ചെടുത്തു. പിന്നെ മത്തി വറുത്തിട്ടുണ്ടായിരുന്നു, അപ്പം മത്തി വറുത്തത്. അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങളെ കൂട്ടിയിട്ട് ഒരു വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഫുഡായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായി ഈ പറഞ്ഞ കപ്പ വെച്ചതും മത്തി വറുത്തത് ഒക്കെ കൂട്ടിയുള്ളൊരു സ്റ്റൈല്. എപ്പോൾ കഴിക്കാൻ തന്നാലും ഞാൻ കഴിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.